ദ ജേർണലിസ്റ്റിലേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഒന്ന് വ്യക്തമാണ്. കൃത്യമായ UDF തരംഗം, കോൺഗ്രസ് തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി CPM-നെതിരെ LDF-നെതിരെ ജനവിരുദ്ധ വികാരം ശക്തമായി അലയടിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ഇതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. കോൺഗ്രസ് നേതാക്കളെ നോക്കുക, അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഫലം. ഇതിൻ്റെ തുടർച്ച കേരളത്തിൽ ഉണ്ടാകും, ഭരണ തുടർച്ച ഉണ്ടാകില്ല. UDF അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരളത്തിൽ ഭരണം പിടിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ CPM കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന പല പ്രതികരണങ്ങളും പല രീതിയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഞാൻ എടുത്തു കാണിക്കാൻ പോകുന്ന ഒരു പ്രതികരണം CPM-ന്റെ MLA ആയ ഇടുക്കിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, മുൻ മന്ത്രിയായിരുന്ന MM മണിയുടെ പ്രതികരണമാണ്. ജനങ്ങൾ പിറപ്പുകേട് കാണിച്ചു, പെൻഷൻ വാങ്ങി കഴിച്ചിട്ട് ജനങ്ങൾ പിറപ്പുകേട് കാണിച്ചു എന്നാണ് MM മണി പച്ചയ്ക്ക് തുറന്നടിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സർക്കാർ നടത്തിയെന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി കാപ്പാട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചു ഇഷ്ടം പോലെ തിന്നാണ്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അതിന്റെ പേര് ഇതുമാതിരി പറപ്പ് പൊളി എന്ന് പറയും. ചാപ്പാട് കഴിച്ചാലേ നിങ്ങൾ എനിക്കൊരു ചായ മേടിച്ചു തരണം, അതിന്റെ ഒരു മര്യാദ ഞാൻ നോക്കുക. MM മണിയുടെ വാക്കുകൾ എത്ര ക്രൂരമാണ്. പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ അവർ കാശ് മേടിച്ച് തിന്നിട്ട് പിറപ്പ് പണി കാണിച്ചുവെന്ന് MM മണി തുറന്ന് പറയുമ്പോൾ CPM-ന്റെ മനസ്സിൽ ഈ ജനക്ഷേമ പദ്ധതികൾ എന്ന പേരിൽ പെൻഷനൊക്കെ നൽകുമ്പോൾ ശരിക്കും ഉള്ളത് എന്താണ് എന്നാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. സ്വന്തം തറവാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്, AKG സെൻറ്ററിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന പൈസ പോലെയാണ് ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് പിച്ചക്കാശ് എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു ചിന്താഗതിയിലാണ് മണിയാശാൻ ഇതിനെയൊക്കെ കാണുന്നത്. ഇത് CPM-ന്റെ ഔദ്യോഗിക നിലപാടെന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതായത് ഒരു CPM നേതാവ് എന്ന നിലയിൽ, CPM-നിട്ട് പണിതു എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത്. ഇത് നാടൻ ഭാഷാ പ്രയോഗമായിട്ട് ലഘൂകരിക്കാൻ പറ്റുന്ന ഒന്നാണോ? എപ്പോഴും മണിയാശാൻ്റെ വാക്കുകൾ CPM പല രീതിയിലാണ് പറയാറുള്ളത്. പക്ഷേ ഇത് ഒരിക്കലും ഒരു നാടൻ ഭാഷാ പ്രയോഗമായി ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നാണ് സർക്കാർ ഈ പറയുന്ന ക്ഷേമ പെൻഷനായാലും വികസന പ്രവർത്തനങ്ങളായാലും ഒക്കെ നടത്തുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്ന സാധനം അടയ്ക്കുന്നത്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ പോലും അറിയാതെ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുഴികുത്തിയെടുത്ത് തരുന്നതാണ് എന്ന മട്ടിൽ, ഞങ്ങളുടെ പരമ്പരാഗത സ്വത്ത് വിറ്റ് ഞങ്ങൾ ആ പൈസ നിങ്ങൾക്ക് തരികയാണ് എന്ന മട്ടിൽ MM മണി പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. തോൽവി ഉണ്ടായതിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ തിരിച്ചടി ഇടുക്കിയിലൊന്നും ഒരിടത്തും LDF-ന് അഡ്രസ്സ് ഇല്ലെന്നാണ് കേട്ടത്. അപ്പം അത്രയും വലിയ തിരിച്ചടി കിട്ടിയതിൻ്റെ മനോവിഷമത്തിൽ നിന്നുണ്ടായ വിഭ്രാന്തി കലർന്ന ചില പരാമർശങ്ങൾ എന്ന നിലയിലേക്കൊക്കെയാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോൺ പറഞ്ഞത് തോൽവി കണ്ട് MM മണിക്ക് സമനില തെറ്റിയതാണോ എന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നത് MM മണിയെ എത്രയും പെട്ടെന്ന് CPM പിടിച്ച് പുറത്താക്കാൻ തയ്യാറാകണമെന്നാണ്. ഇത് കുറേയായി. എന്തായാലും CPM-നെ സംബന്ധിച്ച് ഇതേപോലുള്ള നിലപാടുകൾ, ഇതുപോലുള്ള നേതാക്കളൊക്കെ പറയുന്നതാണ് ജനങ്ങളെ CPM-ൽ നിന്ന് അകറ്റുന്നത്, LDF-ൽ നിന്ന് അകറ്റുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന പരിപാടി, ആ പദ്ധതി എന്ന് പറയുന്നത് ജനോപകാരപ്രദമായ പദ്ധതിയാണെന്ന് സർക്കാർ പറയുമ്പോൾ, മറുവശത്ത് MM മണിയെ പോലെ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള ആൾ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങളുടെ ഔദാര്യമാണ്, പിച്ചയാണ് എന്ന മട്ടിൽ, വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്കിട്ട് പണിതു, പിറപ്പാണ് കാണിച്ചതെന്ന്. കഷ്ടം തന്നെ.
ഇതുപോലുള്ള പരാമർശങ്ങൾ, ഇതുപോലുള്ള നിലപാടുകളൊക്കെ തന്നെയാണ് LDFന് വലിയ തിരിച്ചടിയായത്. ഏറ്റവും പ്രധാനമായി വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു തികഞ്ഞ വർഗീയവാദിയെ, മുസ്ലിങ്ങളെയും മലപ്പുറത്തെയും ഒക്കെ എപ്പോഴും വിദ്വേഷത്തിൻ്റെ ഭാഷയിൽ, വർഗീയതയുടെ ഭാഷയിൽ പറയുന്ന നേതാവിനെ ഒരു വശത്തിരുത്തിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ പോയത് CPM. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വേദനയുണ്ടാക്കിയ, മലപ്പുറത്തുകാരുടെ മനസ്സിൽ വലിയ മുറിപ്പാടുണ്ടാക്കിയ, കേരളം മുഴുവൻ ഇങ്ങനെ ഒരു വർഗീയവാദിയെയാണോ പിണറായി സർക്കാർ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് എന്ന് ചിന്തിപ്പിച്ച ഒരു വലിയ നീക്കമായിരുന്നു അത്. അയ്യപ്പ സംഗമം നടത്തി ഭക്തരുടെ മനസ്സിലെ മുറിവ് മാറ്റി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാനാണ് വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒക്കെ കൊണ്ടുവന്നത് CPM എങ്കിൽ അത് നേരെ തിരിച്ചടിച്ചിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടെന്നേ. സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങൾ മറക്കില്ല. പത്തനംതിട്ടയിലൊക്കെ UDFനുണ്ടായ വലിയ വിജയം LDFന് ഒരു തരത്തിലും ഗ്രിപ്പില്ലാതെ പോയതൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അവിടെ അഴിമതി നിറഞ്ഞ ഭരണം അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ BJP ഉയർത്തി. CPMന് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. തകർന്നടിഞ്ഞുപോയി CPM LDF. അവിടെ മേയർ ആര്യ രാജേന്ദ്രൻ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചതാണ്. വലിയ 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 തോതിലുള്ള പ്രചാരണങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ. എന്നിട്ട് എന്തായി? എന്നിട്ട് പറയാണ്, ജനങ്ങൾ പൊളിറ്റിക്കലായ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ, മനമെടുത്ത ജനങ്ങൾ മാറി ചിന്തിച്ചപ്പോൾ പറയാണ്, പെൻഷൻ വാങ്ങി തിന്നിട്ട് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തി പറപ്പ് പണി കാണിച്ചു എന്ന്. അത് താങ്ങിക്കൊണ്ട് നടക്കാൻ കുറേ സഖാക്കളുമുണ്ട്. MM മണി ഗംഭീര പ്രസ്താവന നടത്തിയെന്നൊക്കെയാണ് സൈബർ സഖാക്കൾ പലയിടത്തും വെച്ച് കാച്ചുന്നത്. MM മണി പറഞ്ഞതിൽ എന്താ തെറ്റ്? ജനങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചില്ലേ, ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചതിന് വിവരമറിയും എന്ന മട്ടിലൊക്കെ വെല്ലുവിളിയാണ്. ആത്യന്തികമായി തിരിച്ചടിക്കുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ് CPM ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഈ പറയുന്ന പോലെ വോട്ട് ചെയ്ത് ജനങ്ങളെ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ഇത് ജനങ്ങൾ വിലയിരുത്തും. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നേറ്റമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഞങ്ങൾ വിജയിക്കും, അടുത്ത ഭരണം പിടിക്കുമെന്ന് UDF പറയുന്ന സമയത്താണ് ഇമാതിരി വർത്തമാനവുമായി ജനങ്ങൾക്കെതിരെ, വോട്ട് ചെയ്ത വോട്ടർമാർക്കെതിരെ MM മണിയെ പോലുള്ള നേതാക്കൾ വരുന്നത്. ഇത്തരം പരാമർശങ്ങളൊക്കെ UDFൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അയ്യോ LDFന് വോട്ട് ചെയ്യാത്തത് പ്രശ്നമായി പോയല്ലോ എന്ന് ചിന്തിക്കില്ല എന്ന് മാത്രം മണിയാശാനെ പോലുള്ള നേതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്.